ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ല രുചികരമായ ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ. കുറച്ച് ചാറോട് കൂടിയ നെല്ലിക്ക അച്ചാറാണ്. അതിനാദ്യം കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്ക അതിലോട്ട് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക അതിലിട്ടതിന് ശേഷം നമുക്കൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറി വയ്ക്കുമ്പോൾ ഇട്ടാലും മതി. ഇതിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഉപ്പ് പിടിക്കും കേട്ടോ നെല്ലിക്കയിലൊക്കെ. ഈ നെല്ലിക്ക ഇത്ര വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ആ പാകത്തിന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെന്ത് പോകും കേട്ടോ. ഈയിടെ പാനും കടായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. സെപ്പറേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റല്ലേ. ഇപ്പോൾ നമ്മൾക്ക് ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കടായി, പാനും തവായും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കടായിയിലാണ് കേട്ടോ ഇന്ന് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ. നെല്ലിക്ക വെന്തിട്ട് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. വെള്ളം കളയാൻ പാടില്ല കേട്ടോ. ആ വെള്ളം അങ്ങനെ വെച്ചിരിക്കുക. അതിന് ശേഷം നമ്മൾക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എനിക്കിഷ്ടമായിരുന്നു, കുറച്ച് കൂടുതലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു ബൗളിലോട്ട് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതിൽ മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. ആ കുഴച്ചതിന് ശേഷം നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടില്ലേ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആ ബൗളിൽ കഴുകിയ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നെല്ലിക്ക വേറെ വെള്ളം ചേർക്കേണ്ട കേട്ടോ. ബൗൾ കഴുകാനായിരുന്നാലും മറ്റേ നമ്മൾ നെല്ലിക്ക വച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളമാണ് കേട്ടോ. വേറെ പച്ചവെള്ളവും ചൂടുവെള്ളവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് തന്നെ പാകത്തിന് വെള്ളം ഇരിപ്പുണ്ടല്ലോ, ആ വെള്ളം തന്നെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ നല്ല തിളച്ച് കുറുകി വരട്ടെ. ഒത്തിരി കുറുകേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണ് നെല്ലിക്കേണ്ട ആവശ്യം, ചാറോട് കൂടി തന്നെ ആ ചാറോട് കൂടി തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പം ശർക്കര എല്ലാം നല്ല മധുരവും ഒക്കെ ബാലൻസ് ചെയ്യാൻ നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു നെല്ലിക്ക അച്ചാറാണ്. അപ്പം ഈ നെല്ലിക്ക ഉണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് വലുതാണല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്തില്ല. ചെറിയ നെല്ലിക്കയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് വലുതായതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒത്തിരി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് കട്ടൻ്റെയും ചായയുടെ ഒക്കെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടയും ഗ്രീൻ പീസും വച്ചിട്ടൊരു പീസ് മുട്ട മസാല തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. ഒരു വലിയ സബോള കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വശക്കി കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ച് എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി വശങ്ങി വരുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഗ്രീൻ പീസിൽ ഉപ്പിട്ട് വേവിച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ പൊടികളായിട്ട് വേറെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. തവയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്, നമ്മുടെ പുതിയ തവയിലാണ്. എന്നിട്ട് നമ്മളിവിടെ ഒരു തക്കാളിയും കൂടെ ഇട്ട് വശക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുമേ. എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മുട്ടയുണ്ടല്ലോ, ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുട്ട ഇഷ്ടമാണെങ്കിൽ 3 മുട്ടയായാലും പ്രശ്നമില്ല. 3 മുട്ട 2 മുട്ടയോ ഇതിലും ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തേയില വെള്ളത്തിൻ്റെ കൂടെയും ചായയുടെ കൂടെയൊക്കെ. ലാസ്റ്റ് ഇറക്കാൻ നേരം കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുക. നമ്മുടെ ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. അപ്പം ഇതിനും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ പാനിൽ ഞാൻ പയർ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. കുറേ ദിവസമായിട്ടാണ് ഇതുപോലത്തെ ഞണ്ട് കിട്ടിയിട്ട്. വാങ്ങുന്ന ഞണ്ട് വേറൊരു ചുമപ്പ് കളറിലൊക്കെ ഞണ്ടാണ്. ഈ പണ്ടത്തെ നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങളെ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, മല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കുരുമുളകും എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. നല്ല രീതിയിലൊരു ഞണ്ട് പെപ്പർ മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണേ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ആ സമയം നമുക്കൊരു പാനിലോട്ട് കടുക് വറുത്തിട്ട് നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ വറുത്ത് പൊടിച്ച മസാലക്കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 തക്കാളി നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുക്കുക. അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു മസാലക്കറിയാണ് കേട്ടോ ഞണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തടന്ന് തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞണ്ടിൻ്റെ ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഞണ്ടും മാങ്ങയും വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കി ഇട്ടിട്ട് അതിന് എനിക്ക് വ്യൂസൊന്നും അത്ര ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് ഞാൻ കരുതി ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞേക്കാം, അല്ലാതെ സെപ്പറേറ്റ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഇവിടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഒത്തിരി നാളായി, ഒരു 3-4 മാസമായിട്ടുണ്ട് ഇത് മേടിച്ച് വെച്ചിട്ട്. ഒത്തിരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ ഇതുവരെ അതിനൊന്ന് കഴുകിയൊന്നും എടുത്തിട്ടില്ല. ഇനി അതിൻ്റെ പണിയിലോട്ട് പോവാണ് ഗീസ്. ഇതെന്തൊക്കെയോ തേങ്ങ, ചോറ്, അരിയൊക്കെ വെച്ചിട്ട് അരച്ചൊക്കെ കളയണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിവേണ്ട പണിയിലാണ്. ഇപ്പോൾ ഒത്തിരി ചമ്മന്തികളുടെ റെസിപ്പി ആയിട്ട് ഇനി വരുന്നതാണ് കേട്ടോ ഇതിലരച്ചിട്ട്. അപ്പം ടാറ്റ, ബൈ ബൈ, സി യു. നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.